നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. UDF അരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KC വേണുഗോപാലിന് അരൂക്കുട്ടിയിൽ സ്വീകരണമൊരുക്കി. ഏപ്രിൽ 20 ശനിയാഴ്ച വൈകിട്ട് 5-ന് അരൂക്കുട്ടി ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സ്വീകരണ യോഗം മുൻ മന്ത്രിയും KPCC ഭാരവാഹിയുമായ ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ TG പത്മനാഭൻ നായർ സ്വാഗതം ആശംസിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PK ഫസലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. നാളുകൾക്ക് ശേഷം നമുക്ക് ഒത്തുകൂടാൻ, ഒരുമിച്ച് കൂടാൻ, വ്യത്യസ്ത മതത്തിലെയും ജാതിയിലെയും പെട്ട ആൾക്കാർ ഒരുമിച്ചിരുന്ന് സഹവച്ച് പോകാൻ. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ ഉണ്ടാക്കിയ ദുരന്തങ്ങൾ അത് നിരവധിയാണ്. മോഡി ആദ്യമേ തന്ന 2014 തന്ന ഗ്യാരണ്ടികളൊന്നും പൂർത്തിയായിട്ടില്ല. കള്ളപ്പണം പിടിച്ച് ഓരോരുത്തരുടെ അക്കൗണ്ടിലും 15 ലക്ഷം ഇടുമെന്ന് പറഞ്ഞു. 500 രൂപയിൽ തന്നെ ഗ്യാസ് കൊടുക്കുമെന്ന് പറഞ്ഞു. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു വർഷം 2 കോടി തൊഴിലുണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 30 ലക്ഷം വേക്കൻസികൾ ഇന്ത്യയിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് മോഡി പറഞ്ഞ ആ 2 കോടി തൊഴിൽ നിന്ന് നിൽക്കുന്നത്? മുൻ MLA ഷാനിമോൾ ഉസ്മാൻ, NSU ദേശീയ പ്രസിഡന്റ് വരുൺ ചൗധരി, NSU ദേശീയ സെക്രട്ടറി അനുലേഖ, KSU സംസ്ഥാന സെക്രട്ടറി അലോഷി, മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സയ്യിദ് മുനാവർ അലി ഷിഹാബ് തങ്ങൾ, മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി PK ഫിറോസ്, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പരാജയപ്പെടുത്തണമെന്ന് ആഘോഷിച്ചുകൊണ്ട് CPM നൽകിയ ആ പോരാട്ട നാടകത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാട്ടുകാരും പെട്ടുപോയി. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഇവരുടെ ധ്രുവീകരണ രാഷ്ട്രീയം, ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാകാം എന്താണ് കഴിച്ചതെന്നും ആരാണ് കഴിച്ചതെന്നും അദ്ദേഹം പറയാനുള്ള കാരണം. ഇന്ന് ആലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി KC വേണുഗോപാലിന് കൊടുത്ത സ്വീകരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. പാണക്കാട് മുനവള്ളി തങ്ങൾ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി രാജ്യമെങ്ങും ഈ പോരാട്ടം നടത്തുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. തൊഴിലില്ലായ്മ ഒരു വിഷയമേ അല്ല മോഡി സർക്കാരിന്. വിലക്കയറ്റം ഒരു വിഷയമേ അല്ല. കാർഷിക ആത്മഹത്യകൾ വിഷയമേ അല്ല. കൃഷിക്കാരുടെ സമരം വിഷയമേ അല്ല. അവർക്കാകെ വിഷയം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ അജണ്ടകളാണ്. അതുകൊണ്ട് എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികളെ ജയിലിലടക്കുക, അവരുടെ ഫണ്ട് മരവിപ്പിക്കുക, ഇന്നിവരെ കേട്ടുകേൾവിയില്ലാത്തവണ്ണം രാഷ്ട്രീയത്തിൽ ഏറ്റവും നീചമായ മാർഗങ്ങളിലൂടെ നമ്മൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ സ്വാഭാവികമായ മാനദണ്ഡങ്ങളെ പോലും ഇല്ലാതാക്കി പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാതെ ഈ രാജ്യം ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമം നടക്കുന്നു. എല്ലാവർക്കും ആശങ്കകളാണ്. അപ്പൊ ഇങ്ങനെ രാജ്യം പോകാൻ പറ്റില്ല. ഇന്ത്യ രാജ്യം ഇങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിന്റെ പുറത്താണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിക്കുന്നത്.
വലിയ വീമ്പൊക്കെ പറയുന്നുണ്ട്. ഈ വീമ്പ് പറച്ചിലൊന്നും ഒരു കാര്യമില്ല. 2004 വീമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ആവശ്യമാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി ജയിക്കുക എന്നുള്ളത്. നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കുകയും ചെയ്യുമെന്നുള്ളത് സംശയം വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും 2 തവണ എന്നെ വിജയിപ്പിച്ചവരാണ് പാർലമെന്റിലേക്ക്. കടപ്പാടുമായിട്ടാണ് 3ാമതൊരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഒരു വോട്ട് പോലും പാഴാക്കരുത്. കാരണം ഇപ്രാവശ്യത്തെ വോട്ട് ഒരു സാധാരണ വോട്ടല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊരു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.